ഞാൻ അയാൾക്ക് മറുപടി പറയുന്നില്ല, അറിയിക്കുന്നില്ല. അയാൾ പിന്നെ അസംബ്ലി പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ അവരെന്നെ പോലീസും വിജിലൻസൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനത് ഹി ഡോണ്ട് ഡിസേർവ് എ റിപ്ലൈ. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, മുഖ്യമന്ത്രിയൊക്കെ അതിനെ ഡിസോൺ ചെയ്യാതിരിക്കുന്നതോ അല്ലെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യുന്നതായിട്ട് 1-2 കമൻസൊക്കെ കാണാനിടയായി. അതെന്നെ അത്ഭുതപ്പെടുത്തി. അതിൽ കൂടുതലൊന്നും ഈ നാട്ടിലെ ജനങ്ങളെയൊക്കെ, ഇവിടുത്തെ ജനങ്ങളെ അവമാനിക്കുകയല്ലേ. അങ്ങനെ കൊണ്ട് നിർത്തുമ്പോഴത്തേക്കും ജനങ്ങൾ മുഴുവൻ ജാതിയും മതം വേർതിരിച്ച് നിൽക്കുകയാണ്. അതിനും വടകരയിലെ ജനങ്ങൾ മറുപടി പറയും, ഞാൻ അയാൾക്ക് മറുപടി പറയാം. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ് എനിക്കൊപ്പമുള്ളത്. ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസമാണ്. എങ്ങനെയാണ് പ്രചാരണമൊക്കെ കഴിഞ്ഞു? കൊട്ടിക്കലാശമൊക്കെ അതിഗംഭീരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കൊട്ടിക്കലാശം സത്യം പറഞ്ഞാൽ ഒരു നല്ല എൻഡായി. കാര്യം വടകരയിൽ വന്ന് ഇറങ്ങിയപ്പം കിട്ടിയൊരു സ്വീകരണവും തലശ്ശേരിയിൽ അവസാനിപ്പിച്ചോ കിട്ടിയൊരു കോൺഫിഡൻസും ആ യാത്രയിലെ ഉടനീളം വടകരക്കാർ തന്ന ഒരു കോൺഫിഡൻസ്, അത് ഭയങ്കരമായിരുന്നു. തലശ്ശേരിയിലായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇപ്പം ഇവിടെ നിന്നൊന്നും ആളവിടെ പോയിട്ടില്ല, ഈ ഏരിയയിൽ നിന്നൊന്നും ആളുകളങ്ങനെ പോയിട്ടില്ല. തലശ്ശേരി അതിൻ്റെ പരിസര പ്രദേശത്ത് കുറച്ച് ആൾക്കാർ അങ്ങനെയൊക്കെ വന്നത്. പക്ഷെ അവിടെ അവർ പറയുന്ന അവിടെയൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളെടുത്ത് നോക്കുമ്പോൾ നടന്ന വലിയൊരു ഇതാണ്. പിന്നെ നമ്മൾ അതും അങ്ങനെ ഓർഗനൈസ് ചെയ്ത ആളെ കൊണ്ടുവരാനോ വണ്ടി കൊടുക്കാനോ അങ്ങനത്തെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. കൊട്ടിക്കലാശം പൊതുവെ പ്രവർത്തകർ ഏറ്റെടുക്കുന്ന ഒരു കാര്യമാണ്. എന്നാലും നല്ല പങ്കാളിത്തം ഉണ്ടായി, നല്ല ആവേശം ഉണ്ടായി, നല്ല കോൺഫിഡൻസ് കിട്ടി. എങ്ങനെ ഇന്നത്തെ ഒരു പ്രചാരണം എങ്ങനെയാണ്? ഇന്ന് നമ്മളങ്ങനെ ഇറങ്ങില്ലല്ലോ. നിശബ്ദ പ്രചാരണം നമ്മൾ പറയുന്നത് ഏറ്റവും അവസാനത്തെ ഒരു വോട്ടുറപ്പിക്കലാണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്? ഇന്നങ്ങനെ കാര്യമായിട്ട് പ്രചാരണമായിട്ട് അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല. 1-2 സ്ഥലങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടതുണ്ട്, കുറച്ച് ഫോൺ കോൾസ് അങ്ങനെയൊക്കെ. അല്ലാണ്ട് വലിയ ഇന്നിപ്പോൾ അങ്ങനെ പരിപാടിയും പര്യടനമായിട്ടൊന്നും പറ്റില്ലല്ലോ. നമ്മുടെ വോട്ടൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞോ? അത് അങ്ങനെ ഒരു പ്രോസസ്സിൽ തന്നെ വടകര ഇച്ചിരി നേരത്തെ തീരുമാനം എടുത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഇന്നും നാളെയായിട്ടൊരു തീരുമാനം എടുക്കാൻ മാറ്റി വെച്ചവരൊക്കെ വളരെ കുറവായിരിക്കും. വടകരയുടെ തീരുമാനം അവരെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും അത് അവർ നാളെ രേഖപ്പെടുത്താൻ കാത്തിരിക്കുകയാണെന്നുള്ളതും അത് ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്നുള്ളതുമാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ സൈബർ അറ്റാക്കും അതുമായുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഈ വോട്ടിങ്ങിനെ ബാധിക്കുന്നു കരുതുന്നുണ്ടോ? ഇല്ലല്ലോ, അത് ഫുള്ള് അതിൻ്റെ അത് എക്സ്പോസ്ഡ് ആയില്ല, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത്. പിന്നെ ആരെങ്കിലുമൊക്കെ ഈ പോസ്റ്റോ കമൻറ്റോ ഇട്ടതിന് നമ്മളാരും അതിനെ ഓൺ സംരക്ഷിക്കുന്നോ ഇല്ലല്ലോ. പോലീസ് ആക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പോലീസ് ചെയ്യാത്തതിൻ്റെയും കൂടിയാണ്. എല്ലാ വശത്തുനിന്നുള്ള ആളുകൾക്കെതിരെ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഞാൻ ഇന്നലെ അതിൻ്റെ ലാസ്റ്റ് തലശ്ശേരിയിൽ ഞാൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ അതിൻ്റെ മെറിറ്റ് ഡിമെറിറ്റിലേക്കില്ല, ജനങ്ങൾ വിലയിരുത്തട്ടെ, വടകരയിലെ ജനങ്ങൾ കൃത്യമായി വിലയിരുത്തട്ടെ, എന്നിട്ട് അവരവർ തീരുമാനം, ആ തീരുമാനത്തെ ഞാൻ ബഹുമാനിക്കും. 100% വിജയപ്രതീക്ഷ തന്നെയല്ലേ? അതുണ്ട്. ഞാനതങ്ങനെ ഒരു പിന്നെ ഭംഗിക്കോ അല്ലെങ്കിൽ ഞാൻ അതുകൊണ്ടൊരു വോട്ടറെ സ്വാധീനിക്കാനോ അങ്ങനെ മാത്രം പറയുന്നതല്ല. എനിക്കത് ഇവിടുത്തെ ആളുകളുടെ റെസ്പോൺസ് ഒന്ന് മനസ്സിലാവുന്ന, അത് കിട്ടുന്നൊരു ഫീലാണ്. അപ്പോൾ അത് ഞാൻ തുറന്ന് പറയുന്നു എന്ന് മാത്രം. സാമുദായിക ധ്രുവീകരണം നടത്തുകയാണ്. ഒപ്പം തന്നെ BJPയെ സഹായിക്കാൻ വേണ്ടിയാണ് സാഫിയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ളൊരു സഹായം ചെയ്തു കൊടുത്തതാണ് എന്നുള്ളതാണ് കൊട്ടിക്കലാശത്തിനിടെ PV അൻവർ പറഞ്ഞിരുന്നത്. ഞാൻ അയാൾക്ക് മറുപടി പറയുന്നില്ല, അറിയിക്കുന്നില്ല. അയാൾ പിന്നെ അസംബ്ലി പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ അവരെന്നെ പോലീസും വിജിലൻസൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനത് ഹി ഡോണ്ട് ഡിസേർവ് എ റിപ്ലൈ. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, മുഖ്യമന്ത്രിയൊക്കെ അതിനെ ഡിസോൺ ചെയ്യാതിരിക്കുന്നതോ അല്ലെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യുന്നതായിട്ട് 1-2 കമൻസൊക്കെ കാണാനിടയായി. അതെന്നെ അത്ഭുതപ്പെടുത്തി. അതിൽ കൂടുതലൊന്നും ഈ നാട്ടിലെ ജനങ്ങളെയൊക്കെ, ഇവിടുത്തെ ജനങ്ങളെ അവമാനിക്കുകയല്ലേ. അങ്ങനെ കൊണ്ട് നിർത്തുമ്പോഴത്തേക്കും ജനങ്ങൾ മുഴുവൻ ജാതിയും മതം വേർതിരിച്ച് നിൽക്കുകയാണ്. അതിനും വടകരയിലെ ജനങ്ങൾ മറുപടി പറയും, ഞാൻ അയാൾക്ക് മറുപടി പറയാം. BJPക്ക് അക്കൗണ്ട് തുറക്കാനാണെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ അക്കൗണ്ട് പൂജ്യമാക്കി നിലനിർത്തിയ ആളുകളാണ് പാലക്കാട്ടെ ജനങ്ങൾ. അവരെന്നെ ജയിപ്പിച്ച് എന്നെപ്പറ്റി ആ വർത്തമാനം പറഞ്ഞ അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതൊക്കെ കേൾക്കുന്നവർക്ക് അറിയാം.